ഇയാള് മടവൂർ ശൈഖുനാക്കെതിരെ സഭ്യേതര ശൈലിയിൽ സംസാരിച്ചു. അന്ന് ശൈഖുനായുടെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട കിണാശ്ശേരി ആചാര്യ ഇതിനെക്കുറിച്ച് വേദനയോടെ പറഞ്ഞു. ശൈഖുനാട് ചെന്നിട്ട് ശൈഖുന അയാള് വളരെ മോശമായ പരാമർശം നടത്തി, വൃത്തികെട്ട ശൈലികൾ സ്വീകരിച്ചു. എന്റെ മനസ്സ് വേദനിച്ചു. അന്ന് മഹാനരായ മടവൂർ ശൈഖുന പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആചാര്യേ, നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചവന്റെ ആലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ മരുവനാണ് KM മൗലവി. അയാൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനം നല്ലത്, നജിദീന്ന് പ്രത്യേകമായിട്ടുണ്ട് കൊണ്ടുവന്ന സാധനം എന്നല്ല. ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന മുദരിസ മൊയ്ലിയരാ. ഇമ്മൊയ്ലിയർക്കുള്ള പ്രശ്നം എന്തായിരുന്നു? ഇമ്മൊയ്ലിയർക്കുള്ള പ്രശ്നം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. തിരൂരങ്ങാടിയിലെ അയാൾ ദർസിൽ പഠിക്കുക, മമ്പുറത്ത് സിയാറത്തിന് പോകാൻ അയാളെ കിട്ടൂല. അയാൾക്ക് മഹാന്മാരെ പറ്റൂല. അന്ന് അയാൾക്ക് വല്ലാത്ത അമർഷമുണ്ടായിരുന്ന മേഖലയാണ് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മുഹിയുദ്ദീൻ മാലയോട് ഒരു അലർജി. വഹാബി മൗലവിമാരെയൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. എടവണ്ണ അലവി മൗലവി എന്ന് പറയുന്ന വഹാബി അപ്പോസ്തലൻ, അയാൾക്ക് സംഭവിച്ച അപകടം എന്താ? മുഹിയുദ്ദീൻ മാലയെ പരിഹസിക്കുന്ന ഏറ്റവും വലിയ ദുഷിച്ച നാവായിരുന്നു അയാളുടെ നാവ്. അപ്പോ ഒരാളെ നിസ്കാരമുണ്ടോ, നോമ്പുണ്ടോ, ഇബാദത്തുണ്ടോ, അമലുണ്ടോ, ഇൽമുണ്ടോ, മുദരിസാണോ, സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടോ, ഇതൊന്നല്ല തഖ്വണ്ടോ എന്നുള്ളതിന്റെ അടയാളം. അതാത് കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ശിആറുകളാകുന്ന മശായിഖന്മാരെ ആദരിക്കുന്നുണ്ടോ, എന്നാൽ അവൻ സുന്നിയാണ്, അവൻ വിജയിച്ചവൻ. ഇതാർക്കില്ല? വഹാബി മൗലവിമാർക്കില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാർക്കില്ല, തബ്ലീഗ് ജമാഅത്തിനില്ല. ഇതുകൊണ്ടാണ് നമ്മളെ കാരണവന്മാര്, വാപ്പകാരണവന്മാരൊക്കെ വഹാബിയെ പടിക്ക് പുറത്തു നിർത്തിയത്. എന്നാൽ ഇപ്പൊ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന മുസീബത്ത് എന്താ? അതിനേക്കാളും വലിയ അടങ്ങറ. ഇതിപ്പോ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിനെ കാണുമ്പോ തന്നെ നമുക്ക് തോന്നുമല്ലോ, അവറ്റകളെ മോന്തമ്മൽ നോക്കിയാൽ തന്നെ തിരിയും. ഇതിങ്ങനെ ആ രൂപത്തിലെ മഹാന്മാരെ നിൽക്കുന്ന ടീമാണ്. കാരണം ആ ഒരു നിന്ദ്യത അവരെ മുഖത്ത് ഇങ്ങനെ പ്രകടമാവും. ആ മുഖത്ത് കണ്ട് നോക്കിയാൽ തന്നെ തിരിയുമല്ലോ. ഇനി എത്ര വെളുത്തിട്ടും കാര്യമൊന്നുമില്ല, താടിക്ക് എത്ര വലുപ്പമുണ്ടായിട്ടും കാര്യമില്ല. ആ ഒരു ബിദ്അത്തിന്റെ നിന്ദ്യത, ആ ഒരു ദില്ലത്ത് അവരെ മുഖത്ത് ഇങ്ങനെ പ്രകടമാവും. വഹാബി മൗലവിമാരെങ്ങനെ കൊടുന്ന് നിർത്തിയാൽ തന്നെ പെട്ടെന്ന് തിരിയില്ല, സംഭവം മറ്റേതാ, പെട്ടെന്ന് തിരിയും. അങ്ങനെയാണ് അതിന്റെ കോലം. മാത്രല്ല, ഒരു പള്ളിയിൽ ഇപ്പൊ അങ്ങനെ ചെല്ലണ സമയത്ത് മിമ്പർ മേൽക്കാണ്ട് നോക്കുമ്പോ തന്നെ ഇടിവെട്ടേറ്റ തെങ്ങിന്റെ തലമേൽ കൊക്കിയ മാതിരിയാണല്ലോ, തലയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് ഹുത്തുബോധ, അപ്പൊ തിരിയും ഇത് വഹാബിയ. ഓന്റെ ആ കോലും ചേലൊക്കെ കൂടി കണ്ടാൽ തന്നെ തോന്നും. പക്ഷെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന വലിയൊരു ഇടങ്ങറിന്റെ സമയത്തപ്പ നമ്മളുള്ളത് എന്താ? ഇപ്പൊ കോലത്തിൽ സുന്നിയാളെ കോല, തലേകെട്ടൊക്കെ ഉണ്ട്, താടിയുണ്ട്. ഇവര് അറിയപ്പെടുന്നതോ പണ്ട് വഹാബിക്ക് മറുപടി അറിഞ്ഞിരുന്ന ആൾക്കാരുന്ന. ഇവരെ സ്റ്റേജോ സുന്നി സ്റ്റേജാ, ഇവരെ സംഘടന സുന്നി സംഘടന എന്നാ പറയുക. നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞില്ലേ, 989 ശംസുൽ ഉലമ EK ഉസ്താദിന് സുന്നി പോരാ, കണ്ണിയത്ത് ഉസ്താദിന് സുന്നി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നി പോരാന്നിട്ട് സുന്നി ഉണ്ടാക്കാൻ ഇറങ്ങിയ ടീം. അതിൽ പ്രായമുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ട്. അവറ്റകളെ നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി ചെറുപ്പക്കാരായ ആൾക്കാർ ഹൈജാക്ക് ചെയ്തതാ. അതെന്താ? അന്നൊക്കെ ശംസുൽ ഉലമ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, അങ്ങനെയുള്ള പേരുകൾ മാത്രമേ കേട്ടിരുന്നുള്ളൂ. അപ്പൊ ഇവന്മാർക്കൊക്കെ ഒന്ന് കയറി കൂടണം, അതിനൊരു പുതിയ സംഘടന ഉണ്ടാക്കണം, അതിന് കുത്തിത്തിരിപ്പിന്റെ ആശാന്മാരായിട്ട് അന്നേ പേര് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അന്ന് ആ പ്രായമുള്ള ഉസ്താദുമാരെയും തങ്ങന്മാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പുതിയ സംഘടന ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു EK ഉസ്താദിന് സുന്നി പോരാ, കണ്ണിയത്ത് ഉസ്താദിന് സുന്നി പോരാ. എന്നിട്ട് പുതിയ സംഘടന ഉണ്ടാക്കി ഇറങ്ങിയ ടീം. ആ ടീമിനെ ഇന്ന് അറിയപ്പെടുന്നത് ഏതു പേരില്ല? അവരറിയപ്പെടുന്നത് AP ഉസ്താദിന്റെ പേരില്ല. മൂപ്പരയിലുണ്ടോ എന്നുള്ള വേറെ കാര്യം. അതിൽപ്പെട്ട യുവനിരകളായ ആളുകൾ, അഥവാ ഇവരെയും ഹൈജാക്ക് ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന പഴയ കാലത്ത് വഹാബിക്ക് മറുപടി പറയാൻ നടന്നിരുന്ന മൊയ്ലിയക്കന്മാർ സഖാഫികളാണ്. പേരൊക്കെ സഖാഫിയ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പേരൊക്കെ കണ്ടില്ല. എന്താ ഉസാർ?
പക്ഷേ ഇന്ന് അയാളുടെ ആദർശ വ്യതിയാനം എവിടെ എത്തി നിൽക്കുന്നു? പഴയ കാലത്ത് KM മൗലവി വന്ന് ഇവിടെ ഗൗസുൽ ആലം തങ്ങളുടെ മാലയെ വിമർശിച്ചപ്പോ, എടവണ്ണ അലവി മൗലവി വന്ന് മുഹിയുദ്ദീൻ ശൈഖിന്റെ ഉന്നതിയെ നിഷേധിച്ചപ്പോ, പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി വന്ന് ഗൗസുൽ ആലം തങ്ങളുടെ ഉന്നതിയെ നിഷേധിച്ചപ്പോ, ഇക്കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ രാജാവ് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സർവ്വ മശായിഖന്മാർക്കും ശൈഖായി കടന്നു വന്ന ശൈഖുൽ മശായിഖായ സുൽത്താനുൽ ഔലിയായ ഖുതുബുൽ ആലമായ സുൽത്താനുൽ ആരിഫീനായ ഖുതുബുസ് സമാനായ ശൈഖുനാ മടവൂർ ഖദ്ദസല്ലാഹു സിറാ കോഴിക്കോട് ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിൽ ഓരോ ദിവസവും ആ തിരുസവിധത്തിലേക്ക് ജനസഹസ്രങ്ങളല്ലേ പരന്നൊഴുകിയിരുന്നത്. എല്ലാവരുടെയും വിഷയങ്ങൾക്ക്, നീറുന്ന നൂറു പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സവിധം മടവൂർ ശൈഖുനയുടെ ഹളറത്ത്. അന്ന് ഈ മനുഷ്യനെ വിളിച്ചു. എങ്ങോട്ട്? അന്ന് അയാൾ കോഴിക്കോട് വിലസിക്കൊണ്ടിരിക്കുന്ന കാല. അയാൾ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായ കാലം. ഈ പറഞ്ഞ പേരോട്ടുകാരൻ മൗലവി, അദ്ദേഹം പ്രസിഡന്റ് പോസ്റ്റിലിരിക്കുമ്പോ ജനറൽ സെക്രട്ടറി പോസ്റ്റിലിരിക്കുന്നതാരാ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിനോട് ഒരു വ്യക്തിപരമായ വിരോധമൊന്നും നമുക്കില്ല. ഏതെങ്കിലും ഒരു സംഘടനയോട്, ഏതെങ്കിലും ഒരു ടീമിനോട്, അങ്ങനല്ല. അതാ നമ്മൾ പറയുന്നത്. അന്നത്തെ പ്രസിഡന്റായ ഈ മൊയ്ലിയരായ അബ്ദുറഹ്മാൻ, അന്നത്തെ ജനറൽ സെക്രട്ടറി ആരാ? മലപ്പുറം ജില്ലയിലെ പടിക്കൽ അബ്ദുറഹ്മാൻ മാസ്റ്ററ. ആ നാടനായ ഭൗതിക വിദ്യാലയത്തിലെ അധ്യാപകനായ അബ്ദുറഹ്മാൻ മാഷ് വിളിക്കുക ഈ അബ്ദുറഹ്മാൻ മൗലവിയെ. നമുക്ക് ഇടിയങ്ങരക്കൊന്ന് പോവാ, മടവൂര് ശൈഖുനുണ്ട് അവിടെ. ഇയാള് പറഞ്ഞ മറുപടി എന്താ? അതിനെന്നെ കിട്ടൂല, അതിനെന്നെ കിട്ടൂല, ഞാൻ അങ്ങോട്ടില്ല. വടകരനൂറിന്റെ ഹളറത്തിലേക്ക് മഹാനരായ സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ആലം മടവൂർ ശൈഖുനയും ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, അവിടത്തെ പാദസ്പർശനമേറ്റ് അനുഗ്രഹീതമായ നാടല്ലേ ഇത്. ഇ കെ ഹസൻ മുസ്ലിയാരും ചേകനൂര് മൗലവിയും പോയൊരു യാത്രയുണ്ട്. വിശദമായി ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അന്ന് ചേകനൂര് മൗലവി അവസാനം പറഞ്ഞ വാക്ക, ആ തന്തപ്പിടിയോടൊപ്പം കൂടാൻ ഞാനില്ല എന്ന് പറഞ്ഞ ലക്ഷണം കെട്ട ചേകനൂര് മൗലവി പിന്തിരിഞ്ഞു പോന്നതുപോലെ അന്ന് പടിക്കൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്ന് പറയുന്ന ഭൗതിക വിദ്യാലയത്തിലെ അധ്യാപകൻ ഇടിയങ്ങര മൂപ്പന്റെ വീട്ടിലേക്ക്, മടവൂർ ശൈഖുനയുടെ ഹളറത്തിലേക്ക് ഈ മൊയ്ലിയരായ അബ്ദുറഹ്മാനെ വിളിച്ചപ്പോ അയാൾ പറഞ്ഞതെന്താ? എന്നെ അങ്ങോട്ട് കിട്ടൂല, പോരാ. എന്തിനങ്ങള് മൂപ്പരെങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കണത്? മൂപ്പരെ കയ്യിരിപ്പിന്റെ മോശം കൊണ്ടാ. കേൾക്കണോ നിങ്ങൾക്ക്? അയാള് സഖാഫിയാകുന്നതിന്റെ മുൻപ് കൊടിയിൽ പോയിട്ട് അയാൾ പ്രസംഗിച്ചു. ആർക്കെതിരെ? മഹാനരായ മടവൂർ ശൈഖുനക്കെതിരെ. ശൈഖുനായുടെ ഉന്നതമായ ദാത്തു ശരീഫിനോട് യോജിക്കാത്ത പദപ്രയോഗം ആ ലക്ഷണം കെട്ടവൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ വൈകാരികത അല്പം കൂടുതലാ. അത് ഞങ്ങൾക്ക് ഞങ്ങളെ മശായിഖന്മാര് പകർന്നു തന്ന മശായിഖിനോടുള്ള ബന്ധത്തിന്റെ ഭാഗമാണ്. ഇയാള് മടവൂർ ശൈഖുനാക്കെതിരെ സഭ്യേതര ശൈലിയിൽ സംസാരിച്ചു. അന്ന് ശൈഖുനായുടെ മുഹിബ്ബീങ്ങളിൽപ്പെട്ട കിണാശ്ശേരി ആചാര്യ ഇതിനെക്കുറിച്ച് വേദനയോടെ പറഞ്ഞു. ശൈഖുനാട് ചെന്നിട്ട് ശൈഖുന അയാൾ വളരെ മോശമായ പരാമർശം നടത്തി, വൃത്തികെട്ട ശൈലികൾ സ്വീകരിച്ചു. എന്റെ മനസ്സ് വേദനിച്ചു. അന്ന് മഹാനരായ മടവൂർ ശൈഖുന പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആജിയാരെ, നിങ്ങളെ മനസ്സ് വേദനിപ്പിച്ചവന്റെ ദുന്യാവും ആഖിറവും ഞാൻ നീക്കിയിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഈ ലക്ഷണം കെട്ടവൻ വാങ്ങേണ്ടത് വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അന്ന് അയാൾ പ്രസംഗിച്ച കാലം യൂട്യൂബില്ല.
സീഡികളുള്ള കാലമല്ല, വാക്മാൻ സെറ്റിൽ ഓലക്കേസറ്റുകളിൽ റെക്കോർഡ് ചെയ്യുന്ന കാലം. അയാളുടെ ആ പ്രസംഗമെന്ന് റെക്കോർഡ് ചെയ്തു. അയാളുടെ ആ റെക്കോർഡ് ചെയ്ത പ്രസംഗമുള്ള കക്ഷി അയാളുമായി ബന്ധപ്പെട്ടു. വന്യരായ നമ്മുടെ ഗുരുവര്യർ മഹാനരായ ശൈഖുന പറഞ്ഞു, പോകണം അവിടെ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നത് വാങ്ങണം. നമ്മളൊരു കാര്യം പറയുമ്പോ കൃത്യമായ തെളിവോടെ പറയാവൂ. ആ കാസറ്റ് വാങ്ങി അത് കൊണ്ടുപോയി കമ്പ്യൂട്ടറിലിട്ട് കൃത്യമായ രൂപത്തിൽ അത് സിഡിയിലാക്കി. പിന്നീട് നമ്മൾ അത് പെൻഡ്രൈവിലാക്കി മെമ്മറി കാർഡിൽ സൂക്ഷിച്ചു. ഞങ്ങൾ ശൈഖുനയോട് ചോദിച്ചു, അഹ്സനി ഉസ്താദും അൻവരി ഉസ്താദും ഞങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ അല്പഭാഗം ഒന്ന് കേൾപ്പിച്ചാലോ? നന്ന് വന്യരായ ശൈഖുനയും അസ്ഹാബുൽ വഖ്തുകളായ മശായിഖന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള വലിയ മശായിഖന്മാരും ഞങ്ങളോടന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ മക്കളെ? അയാളുടെ തനി നിറം വ്യക്തമാക്കാനാണെങ്കിൽ പോലും നമ്മുടെ ശൈഖുനയെ കുറിച്ച് മദ്ഹല്ലല്ലോ, ദമ്മിന്റെ സ്വരം അയാളുടെ നാവിൽ നിന്നുള്ളതാണെങ്കിലും മാലോകരെ കേൾപ്പിക്കുക എന്നത് നമുക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനിത് ഇത്രയും വ്യക്തമായി പറയുന്നത് ഈ രൂപത്തിൽ മശായിഖന്മാരുടെ ശാപമേറ്റുവാങ്ങിയ വ്യക്തിയാണ് അദ്ദേഹം. അയാൾ ഈ കാലഘട്ടത്തിലെ നമ്പർ 1 ഇബ്നു തൈമിയയാണ്. അയാൾ ഒരു കാലഘട്ടത്തിൽ ഗണ്ണനം നടത്തിയില്ലേ മൊയ്ലിയരെ? നടത്തിക്കോട്ടെ. ചേകനൂരും ഗണ്ണനം നടത്തിയിട്ടില്ലേ? ചേകനൂരും വാദപ്രതിവാദം നടത്തിയിട്ടില്ലേ? അയാളും സുന്നിയായി അഭിനയിച്ചിരുന്ന കാലമില്ലേ? ഈ ക്യാസം മുസ്ലിയാരുടെ സതീർത്ഥനായിരുന്നില്ലേ ബാഖിയാത്തിൽ ചേകനൂർ മൗലവി? ആ ലക്ഷണം കെട്ട മൗലവി നശിച്ചുപോയി. മശായിഖന്മാരുടെ മടകരനൂറിന്റെ കുരുത്തക്കേട്, അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളിൽപ്പെട്ട മഹാനരായ അബൂ ഹുറൈറ തങ്ങളുടെ കുരുത്തക്കേട്. ഇതുപോലെ ഈ ചങ്ങാതി ഒരു കാലഘട്ടത്തിൽ ഗണ്ണനം നടത്തിയിരുന്നു എന്ന് കരുതി ഇപ്പോൾ അയാൾ പറയുന്നത് തനിച്ച വഹാബിസമാണ്. മടവൂർ ശൈഖുനയെ തൊടുന്നു അദ്ദേഹം. അയാൾക്ക് മടവൂർ ശൈഖുനയുടെ ഉന്നതി സഹിക്കുന്നില്ല. മടവൂർ ശൈഖുന ഖുതുബുൽ ആലമാണ് എന്നത് നമ്മളാരും പറഞ്ഞതല്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ പുത്തൂർ പാടത്തും പരിസരങ്ങളിലുമുള്ള അഹ്ലുസുന്നയെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളെ നിങ്ങൾ വിലയിരുത്തണം. ഞങ്ങൾ ഇങ്ങനെ കുരുവട്ടൂര് സാവിയത്തു സൂഫിയുടെ ആളുകൾ 4 ആള് വന്നിട്ട് മടവൂർ ശൈഖുന ഖുതുബുൽ ആലമാണ് എന്ന് ഞങ്ങളെ വകയിൽ പറഞ്ഞതല്ല. അങ്ങനെ പറയാൻ പറ്റണ, ഞങ്ങൾക്ക് തോന്നിയത് പറയാൻ പറ്റണ മുതലല്ലല്ലോ അത്. മടവൂർ ശൈഖുന ഖുതുബുൽ ആലമാണ് എന്ന് ലോകത്തോട് ആദ്യമായി വിളംബരപ്പെടുത്തിയതാര്? ശൈഖുന തന്നെയാണ്. അത് അവരെന്നല്ലേ പറയേണ്ടത്.